നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. 4 ദിവസങ്ങളിലായി തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലീത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്നുവന്ന മാർത്തോമ സഭ വാർഷിക പ്രതിനിധി മണ്ഡലം സമാപിച്ചു. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത സമാപന സന്ദേശം നൽകി. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ അവതരിപ്പിച്ച സഭയുടെ വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും പാസാക്കി. ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസൽ സക്കറിയ കോമാത്ത് ബജറ്റ് അവതരിപ്പിച്ചു. മതനിരപേക്ഷതയും മാറുന്ന സാമൂഹിക പരിസരവും എന്ന വിഷയത്തിൽ പഠനം നടന്നു. സ്പെഷ്യൽ മണ്ഡലം ചേർന്ന് ഭരണഘടനാ ഭേദഗതികൾ അവതരിപ്പിച്ച് പാസാക്കി. വംശീയതയുടെയും ജാതീയതയുടെയും മതത്തിന്റെയും മതിലുകൾ ബലിഷ്ഠമാക്കി മനുഷ്യരെ തമ്മിലടിപ്പിക്കുമ്പോൾ സമൂഹത്തിന് പുതിയ പ്രതീക്ഷ പകരുവാൻ ക്രൈസ്തവ സഭകൾക്ക് കഴിയണമെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത. തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലീത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ വാർഷിക പ്രതിനിധി മണ്ഡല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പോലീത്ത. ഭയം എന്ന വികാരത്തെ രാഷ്ട്രീയ ഉപകരണമാക്കി ഭരണകൂടങ്ങൾ തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. കലുഷിതമായ ലോകത്തെ ചേർത്ത് നിർത്തുന്ന ശാന്തി കൂടാരമായി സഭ മാറണം. ചുറ്റുവട്ടവുമായുള്ള പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുന്നതിനും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിനും പ്രാദേശിക ഇടവകകൾക്ക് കഴിയണം. വൈദികർ ഇതിന് കണ്ണികളാകണം. ബഹുസ്വരതയെ ആദരിക്കാതെ കഠിനമായ മതവാദങ്ങളെ പിന്തുണയ്ക്കുന്നവരെ നിയന്ത്രിക്കാൻ ഓരോ മതങ്ങളിലെയും സുമനസ്സുകൾ കൈകോർക്കണം. വർത്തമാന ഇന്ത്യയിൽ സ്ത്രീകളുടെ പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിന്റെ സൂചനകൾ വർദ്ധിച്ചു വരികയാണ്. അടുത്ത കാലത്ത് പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണെന്നും മെത്രാപ്പോലീത്ത പറഞ്ഞു. മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ ധ്യാന പ്രസംഗം നടത്തി. സഫ്രഗൻ മെത്രാപ്പോലീത്തമാരായ ഡോക്ടർ ഇയാക്കെ മാർ കുർലോസ്, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ്, എപ്പിസ്കോപ്പമാരായ തോമസ് മാർ തെമത്യോസ്, ഡോക്ടർ ഐസക് മാർ ഫിലിക്സനോസ്, ഡോക്ടർ ഇബ്രഹാം മാർ പൗലോസ്, ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ്, ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, ഡോക്ടർ തോമസ് മാർ തീത്തൂസ്, സക്രിയാസ് മാർ അപ്രേം, ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സെറാഫിം, സീനിയർ വികാരി ജനറൽ വെരി റെവറൻ ഈശോ മാത്യു, സഭാ സെക്രട്ടറി റെവറൻ എബി ടി മാമൻ, വൈദിക ട്രസ്റ്റി റെവറൻ ഡേവിഡ് ഡാനിയൽ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസൽ സക്കറിയ കോമാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. മാർത്തോമ സഭയുടെ വിവിധ അവാർഡുകൾ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത സമ്മാനിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സമർപ്പിത ശുശ്രൂഷ നിർവഹിക്കുന്ന സഭാ അംഗങ്ങൾക്ക് നൽകുന്ന മാനവ സേവാ അവാർഡ് പ്രമുഖ ബിസിനസ് സംരംഭകൻ അജിത് ഐസക് ഏറ്റുവാങ്ങി. മാരാമൺ മാർത്തോമ ഇടവക അംഗം ഷൈജി ജേക്കബ് തോമസിന് കർഷക അവാർഡും സ്ഥാപനങ്ങൾക്കുള്ള ഹരിത അവാർഡ് ചെറൽക്കുന്ന് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ സെന്ററിനും ഇടവകകൾക്കുള്ള ഹരിത അവാർഡ് പന്തളം മാർത്തോമ ഇടവകയ്ക്കും നൽകി. മികച്ച സെമിത്തേരി സംരക്ഷണത്തിനുള്ള അവാർഡുകൾ കുറത്തിക്കാട് ജെറുസലേം മാർത്തോമ ഇടവകയ്ക്കും പനവേലി ബഥേൽ മാർത്തോമ ഇടവകയ്ക്കും നൽകി. മികച്ച ഗ്രന്ഥരചയിതാക്കളായ വൈദികർക്കുള്ള മാളിയേക്കൽ റെവറൻ MC ജോർജ് അവാർഡ് റെവറൻ ഡോക്ടർ ഇബ്രഹാം ഫിലിപ്പ്, വട്ടക്കോട്ടൽ റെവറൻ മാത്യു തോമസ് മെമ്മോറിയൽ എൻഡോമെന്റ് പ്രൈസ് റെവറൻ ജോസഫ് വർഗീസ്, റെവറൻ ആൻസൺ തോമസ് എന്നിവർ ഏറ്റുവാങ്ങി. സഭയുടെ ആദ്യ സ്പോർട്സ് അവാർഡ് റായ്പൂർ മാർത്തോമ ഇടവക അംഗം റീബ ബെന്നിക്ക് കൈമാറി. വിവിധ മെറിറ്റ് അവാർഡുകളും പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകളും സമ്മാനിച്ചു. രാവിലെ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ നേതൃത്വം നൽകി. സജീവ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച വൈദികർക്ക് യാത്രയയപ്പും നൽകി. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം സെപ്റ്റംബർ 21 തിരുവല്ല സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ ചേരും. രാവിലെ 9:30 ആരംഭിക്കുന്ന യോഗത്തിൽ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. രാവിലെ 9:30 മുതൽ 10:30 വരെ മിഷണറി യോഗം ചേരും. 10:45 കാര്യാലോചന യോഗം ആരംഭിക്കും. മാനേജിംഗ് കമ്മിറ്റിയിൽ ഒഴിവ് വരുന്ന 8 അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും ഉണ്ടാകും. മാനസിക വെല്ലുവിളി നേരിടുന്ന മകന്റെ ഓണസമ്മാനം മാതാവിന് വേറിട്ടൊരനുഭവമായി. തെളിയൂർ MCRD നവജ്യോതി സ്കൂളിൽ വൊക്കേഷണൽ വിഭാഗത്തിൽ പഠിക്കുന്ന തുമ്പമൺ സ്വദേശി ബിജു ഇബ്രഹാമാണ് അമ്മ കുഞ്ഞമ്മയ്ക്ക് സ്വയം എംബ്രോയിഡറി വർക്ക് ചെയ്ത സാരി സമ്മാനമായി നൽകിയത്. എഴുത്തും വായനയും വശമില്ലാത്ത ബിജു ടീച്ചറിന്റെ സഹായത്തോടു കൂടിയാണ് എംബ്രോയിഡറി വർക്ക് നടത്തിയത്. സമ്മാന പൊതിക്ക് പുറത്ത് എന്റെ അമ്മയ്ക്ക് ബിജുമോന്റെ ഓണസമ്മാനം എന്ന് രേഖപ്പെടുത്തിയിരുന്നു. MCRDയിൽ നടന്ന ഓണാഘോഷത്തിൽ മുഖ്യ അതിഥി അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനും സന്നിഹിതനായിരുന്നു.
മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ബാംഗ്ലൂർ ജംഗമൽ കോട്ട മിഷനിലെ അനുപമഹള്ളി ചാപ്പലിന്റെ ശിലാസ്ഥാപനം സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ, ട്രഷറർ ഡോക്ടർ എബി വാരിക്കാട്, കറസ്പോണ്ടന്റ് സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം പി മാത്യു, സഞ്ചാര സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, മിഷണറി റവറൻ സ്റ്റാൻലി ജോൺ സക്കറിയ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കരുതലിന്റെ ഇടങ്ങളായി ദേവാലയങ്ങൾ മാറണമെന്ന് മാർത്തോമ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുയാക്കെ മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത കിടങ്ങന്നൂർ സെയിന്റ് തോം മാർത്തോമ ഇടവകയുടെ 1 വർഷം നീളുന്ന ശതോത്തര രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സഫ്രഗൻ മെത്രാപ്പോലീത്ത. ജന്മദിനങ്ങൾ എപ്പോഴും സ്തുതിസ്തോത്രത്തിൻ്റെ അവസരമാണ്. ഇറ്റ്സ് എ ടൈം ഓഫ് താങ്ക്സ് ഗിവിംഗ്. എല്ലാം ദൈവമേ നിൻ്റെ ദാനവും നിൻ്റെ കൃപയുമാണെന്ന് ഓർക്കുവാൻ ഇടയാക്കുന്ന സമയം. അപ്പോഴാണ് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്തോത്രം കർത്താവേ എന്ന് പറയാനായിട്ട് ഇടയായിത്തീരുന്നത്. 2, ഇത് തിരിഞ്ഞു നോട്ടത്തിൻ്റെ അവസരമാണ്. ഇന്ന് ഞങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിക്കണം. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്തോത്രം പറയാനായിട്ട് സാധിക്കും. ഇടവകകൾ സമൂഹത്തിന്റെ മുദ്ര പതിയുന്ന ഇടങ്ങളാകണം. ഇന്നലകളിലെ മഹത്വങ്ങളിൽ അഭിരമിക്കുകയല്ല വേണ്ടത്, ഇന്ന് എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടവക വികാരി റവറൻ റെന്നി കെ ഇബ്രഹാം, ഭദ്രാസന സെക്രട്ടറി റവറൻ സാംസൺ എം ജേക്കബ്, മാർത്തോമ വൈദിക സെമിനാരി പ്രിൻസിപ്പൽ റവറൻ VS വർഗീസ്, മുൻ വികാരി റവറൻ മോൻസി കെ ഫിലിപ്പ്, റവറൻ കുര്യൻ തോമസ്, റവറൻ KC ഇബ്രഹാം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ടി ജോജി, റവറൻ സാം ജോർജ്, ജനറൽ കൺവീനർ അജി കരിങ്കുറ്റിക്കൽ, ഇടവക ഭാരവാഹികളായ തോമസ് മാത്യു, കെ ജോൺസൺ, KT കുര്യൻ, ജേക്കബ് തോമസ് വർഗീസ്, ജോയ് മാത്യു, എബി കെ ഫിലിപ്പ്, മാത്യു സാമുവൽ, ജോയ് മാത്യു, JT കുര്യൻ എന്നിവർ സംസാരിച്ചു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ലഭ്യതയും അപകടമാമിതം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ തിന്മകൾക്കെതിരെ പോരാടാൻ വിശ്വാസികൾ കൂടുതൽ സമർപ്പിതമാകണമെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത മലങ്കര മാർത്തോമ സുറിയാനി സഭ നിരണം മാറാമൺ ഭദ്രാസന അസംബ്ലിയുടെ വാർഷിക യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു മെത്രാപ്പോലീത്ത. പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി സ്വീകരിക്കുന്നതിനും കുട്ടികളെയും യുവജനങ്ങളെയും സഭയോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയിൽ വളർത്തണമെന്നും മെത്രാപ്പോലീത്ത ആഹ്വാനം ചെയ്തു. വയനാട്, ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ദുഃഖത്തിലും വൈദികരുടെ നിര്യാണത്തിലും അസംബ്ലി അനുശോചിച്ചു. വികാരി ജനറൽ വെരി റവറൻ ജോർജ് മാത്യു ധ്യാന പ്രസംഗം നടത്തി. ഭദ്രാസനത്തിന്റെ 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെയുള്ള പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക് എന്നിവ ഭദ്രാസന സെക്രട്ടറി റവറൻ മാത്യു അവതരിപ്പിച്ചു. ഭദ്രാസന ട്രഷറർ അനീഷ് കുന്നപ്പുഴ 2024-25 ബജറ്റ് അവതരിപ്പിച്ചു. ഈ സാമ്പത്തിക വർഷം നടപ്പാക്കുന്ന സൗജന്യ ജീവൻ ഡയാലിസിസ് പദ്ധതി, അനുഗ്രഹ തീരം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്റർ, ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ ഫാമിലി എൻറിച്ച്മെന്റ് സെന്റർ, ഡി അഡിക്ഷൻ സെന്റർ, ഭവന സഹായ പദ്ധതി, അതിഥി തൊഴിലാളി ക്ഷേമ പ്രവർത്തനം, കോതകുളം പരിസ്ഥിതി ബോധവൽക്കരണ സെന്റർ, വിവാഹ വിദ്യാഭ്യാസ ചികിത്സാ സഹായങ്ങൾ ഉൾപ്പെടെ 6,58,00,000 രൂപയുടെ ബജറ്റ് അംഗീകരിച്ചു. വെരി റവറൻ ഡോക്ടർ ഈശോ മാത്യു, വെരി റവറൻ ജോർജ് മാത്യു, ഭദ്രാസന സെക്രട്ടറി റവറൻ മാത്യു സെ മാത്യു, ഭദ്രാസന ട്രഷറർ അനീഷ് കുന്നപ്പുഴ, റവറൻ KE ഗീവർഗീസ്, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളായ റവറൻ KM ജോൺസൺ, ലിനോ ചാക്കോ, ലിജു ടി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. DSMC അസിസ്റ്റന്റ് ഡയറക്ടറായി റവറൻ സ്റ്റീഫൻ C ഇബ്രഹാം ചുമതലയിൽ പ്രവേശിച്ചു. പുനലൂർ സെയിന്റ് തോമസ് മാർത്തോമ ഇടവക അംഗമാണ്. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.